ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NMS ആപ്പിലൂടെ എല്ലാവരും മസ്റ്ററുകൾ ഫില്ല് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിലവിൽ NMS ആപ്പിൽ ഒരു ഇഷ്യൂസ് തന്നെ ഇല്ല. എല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ NMS ആപ്പിലുള്ളൂ. അപ്പം പ്രത്യേകിച്ച് ഇഷ്യൂസോ കാര്യങ്ങളോ ആർക്കും തന്നെ ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിലവിൽ 3 ഇഷ്യൂസാണ് അധികം ആളുകൾക്കും ചെയ്യുമ്പോൾ വരുന്നത്. ഈ ഇഷ്യൂസ് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ അപ്ലോഡ് ചെയ്യുമ്പോൾ സെർവർ എറർ ഒക്കേഡ് എന്ന് കാണിക്കുന്നത്. ഇത് ഈ സ്ക്രീനിൽ കാണിക്കുന്ന മാതിരി തന്നെ സംതിങ് വെൻറ്റ് റോങ് സെർവർ എറർ ഒക്കേഡ് എന്ന് കാണിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അപ്ലോഡഡ് എന്ന് കാണിക്കും. അപ്പോൾ ആ എഴുതിയത് എന്താണോ കറക്റ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇഷ്യൂ പരിഹരിക്കേണ്ടത്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് എങ്ങനെ പരിഹരിക്കാൻ നോക്കാം. ഫോണിൽ കാണിക്കുന്ന അതേ സ്ക്രീൻഷോട്ടാണ് വരുന്നതെങ്കിൽ മാത്രം സെർവർ റെക്കോർഡ് എറർ എന്ന് കാണിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ നിങ്ങൾ NMS ഓപ്പൺ ചെയ്തിട്ട് ക്യാപ്ചർ അറ്റൻഡൻസ് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അതിൽ എഡിറ്റ് മസ്റ്റോൾ അറ്റൻഡൻസ് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ചെയ്തു വെച്ച വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും അവിടെ കാണും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് വർക്ക് കോഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ അതിനുശേഷം മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എവിടെ നിന്നാണ് NMS ആപ്പ് ചെയ്തതെന്ന് വെച്ചാൽ അതേ സ്ഥലത്ത് നിന്ന് മാത്രമേ NMS ആപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് ജിയോ ടാഗ് ചെയ്ത സ്ഥലത്ത് നിന്ന് മാത്രമേ NMS എഡിറ്റും ചെയ്യാൻ പറ്റുകയുള്ളൂ. കാണാൻ സാധിക്കുകയാണ്. ഇനി അതിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ മാത്രം അവിടെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അതായത് ആരുടെ പേര് തെറ്റായിട്ട് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വരാത്തൊരാൾ ഇത് പ്രസൻ്റാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. ഇനി ഫോട്ടോ എടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഫോട്ടോയും അവിടെ പിന്നീട് എടുക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ അതിൻ്റെ താഴെ സേവ് എന്ന് കൊടുക്കുക. അവിടെ സേവ് എന്ന് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് സേവ് എന്ന് കൊടുത്താൽ മാത്രം മതി. നിലവിൽ ഒരു തെറ്റും വന്നിട്ടില്ലെങ്കിൽ സേവ് കൊടുത്ത് ഓക്കെ കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എഡിറ്റഡ് മസ്റ്റോൾ അറ്റൻഡൻസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. ആയതിനു ശേഷം നിങ്ങൾ ബാക്ക് അടിച്ച് നിങ്ങൾ നിലവിൽ എവിടെ നിന്നാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അപ്ലോഡ് അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് അറ്റൻഡൻസ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വർക്ക് കോഡ് നിലവിൽ ചെയ്ത് വെച്ച വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും അവിടെ വരുന്നതാണ്. അത് രണ്ടും എടുത്ത് സേവ് കൊടുത്താൽ മാത്രം മതി. അപ്ലോഡ് കൊടുത്താൽ ഓക്കെ കൊടുക്കാവുന്നതാണ്. ഇത് ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അതായത് എറർ ഒക്കേഡ് എന്ന് കാണിച്ചാൽ ഈ പോലെ ചെയ്താൽ നിങ്ങൾക്ക് അപ്ലോഡായി കിട്ടുന്നതാണ്. പിന്നീട് വരുന്നൊരു ഇഷ്യൂ ആണ്, അതായത് ഓൾറെഡി അപ്ലോഡഡ് എന്ന് കാണിക്കും. ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഇതിലെ അറ്റൻഡൻസ് ഓൾറെഡി അപ്ലോഡഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇഷ്യൂസ് വരുമ്പോൾ അതെന്താണെന്ന് വായിച്ച് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ പഞ്ചായത്തിലേക്കും മറ്റും ഇത് പറയാവുള്ളൂ. അറ്റൻഡൻസ് ഓൾറെഡി അപ്ലോഡഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ വരുന്ന എറർ കാരണമാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണ് ഇഷ്യൂസ് എന്നുള്ളത് നല്ലോണം നോക്കുക. അറ്റൻഡൻസ് ഓൾറെഡി അപ്ലോഡഡ് എന്നാണെങ്കിൽ പിന്നീട് ഒന്നും ചെയ്യേണ്ടതില്ല. ഈ എറർ ഒക്കേഡ് എന്ന് കാണിച്ചാൽ മാത്രമാണ് എഡിറ്റ് പോയി മാറ്റം വരുത്തേണ്ടത്. ഇത് സ്ക്രീനിൽ കാണിക്കുന്ന മാതിരിയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാൻ നോക്കുക. ചിലപ്പോൾ ഓൾറെഡി അപ്ലോഡഡ് എന്ന് കാണിച്ചതൊന്നും ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അത് നിങ്ങൾ പഞ്ചായത്തിലേക്ക് അറിയിച്ചാൽ മാത്രം മതി. മൂന്നാമത് കാണിക്കുന്ന ഇഷ്യൂസാണ് നിങ്ങളുടെ ഡിവൈസ് എത്ര മീറ്റർ ദൂരത്താണെന്ന്. അതായത് നിങ്ങൾ ജിയോ ടാഗ് ചെയ്ത സ്ഥലത്ത് പോയി നിന്നാലും ചിലപ്പോൾ 10-ൽ കൂടുതൽ മീറ്റർ നീളം അടുത്തല്ല എന്ന് കാണിക്കുന്നു. ഈ ഇഷ്യൂസ് എങ്ങനെ പരിഹരിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് ബാക്ക് അടിച്ച് രണ്ടാമത് ക്ലിക്ക് ചെയ്ത് നോക്കുക. പിന്നെ എന്താ പറയുക, ഫോണിൽ ഒന്ന് ഇത് ആപ്പിൽ നിന്ന് ഇറങ്ങി രണ്ടാമത് കയറി ചെയ്ത് നോക്കുക. ഈ നിലവിൽ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുത്താലും എല്ലാവർക്കും തന്നെ ലഭിക്കുന്നുണ്ട്. അതായത് ഇത് മീറ്റർ കുറയുന്നതിനനുസരിച്ച് നിങ്ങൾ എല്ലാ സ്ഥലത്തേക്കൊന്നും മാറി നിന്ന് നോക്കുക. അപ്പോൾ 10 മീറ്റർ ഇപ്പം 32 മീറ്റർ സ്ക്രീനിൽ കാണിക്കുന്നതിന് 32 മീറ്ററോളം ദൂരമുണ്ടെന്നാണ്. അപ്പോൾ അത് സൈഡിലേക്കോ നിങ്ങൾ ജിയോ ടാഗ് ചെയ്ത സ്ഥലം എവിടെയാണോ അതിൻ്റെ ചുറ്റുപാടും ഒന്ന് നടന്നു നോക്കിയാൽ നിങ്ങളുടെ ഫോണിൽ മീറ്റർ കുറയുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ട് നടന്നു നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇഷ്യൂ പരിഹരിക്കാവുന്നതാണ്. നിലവിൽ NMS ആപ്പ് വർക്ക് ചെയ്യുന്നതിൽ നിലവിൽ ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഈ ഇഷ്യൂസ് മാത്രമാണുള്ളത്. അത് നമുക്ക് തന്നെ പരിഹരിക്കാവുന്ന ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ അതിന് പരിഹാരം ഞാൻ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക.
തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഈ ചാനലിലൂടെ വരുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.